ഇതിൻ്റെ പേര് ബ്ലൂബെറി. ഇത് നല്ല പൂക്കളുണ്ടാകും. ഞാനൊരു 39 ഇയേഴ്സായി ഈ ഗാർഡൻ ഈ ലെവലിലേക്ക് വന്നിട്ട്. ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ബൊഗെയിൻവില്ല എന്നുള്ള കടലാസ് ചെടി വളരെ കാലം നിൽക്കുകയും ചെയ്യും, നന്നായിട്ടത് പുഷ്പിക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് വെറൈറ്റീസുകൾ കളേഴ്സുകളും ഉണ്ട് ഇതിനകത്ത്. പിന്നെ എല്ലാ വർഷവും പുതിയ പുതിയ ഇനങ്ങൾ വരുന്നുണ്ട്. പിന്നെ കാര്യമായ യാതൊരുവിധ കംപ്ലൈൻറ്റും ഈ ബൊഗെയിൻവില്ല എന്ന ഈ കടലാസ് പൂക്കൾക്കില്ല. വിവിധ രാജ്യങ്ങളുടെ വെറൈറ്റികളുണ്ട്. ഞാൻ ആദ്യകാലത്ത് തന്നെ കുറേ വിദേശ വെറൈറ്റികൾ നമുക്ക് കിട്ടിയായിരുന്നു. കളക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 25 ഇയേഴ്സായി ഇത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വെറൈറ്റീസുകളും ഫിലിപ്പീൻസ് ഉണ്ട്, മലേഷ്യ ഉണ്ട്, ചൈന, ജർമ്മനി, അങ്ങനെയുള്ള ബെൽജിയം, അങ്ങനെയുള്ള ഓരോ രാജ്യക്കാരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പൂക്കളും ഈ ബൊഗെയിൻവില്ലയോട് വളരെയധികം താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ അപ്പോഴാണ്. അവർ വന്ന് അവരുടെ ചില വെറൈറ്റികൾ നമുക്കും ചില സമയത്ത് കിട്ടാറുമുണ്ട്, നമ്മൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. എനിക്കും ഇതിനോടൊരു അതിയായ ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഞാനിത് ഈ രംഗത്തേക്ക് വന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ പൂക്കൾ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരാൾക്ക് ഒരു തൈ കൊടുക്കാനും നമുക്ക് സന്തോഷമാണ്, അതായത് അത് കെട്ടുപോകില്ല. എൻ്റെ പഴയ കസ്റ്റമർമാർ തുടങ്ങി ഇപ്പോഴും എനിക്കുണ്ട്. അവരൊക്കെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ മറ്റുള്ള ചെടികൾ പോലെ അല്ല, ഇത് പല കളേഴ്സുകളും ഉണ്ട്. കാണാനും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. ഇപ്പോഴത്തെ ഒരു ന്യൂ വെറൈറ്റിയാണ് സൺഷെയ്ൻ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കുറച്ച് കളേഴ്സൊക്കെ ഇങ്ങനെ മാറി ഒക്കെ വരും. ഇത് മലേഷ്യയാണ്, മലേഷ്യ പറയുക. ഇതൊരു ഓണിയൻ വെറൈറ്റീസാണിത്. ഇങ്ങനെ ചെറിയ പൂക്കളായിരിക്കും. ഇതൊക്കെ മലേഷ്യൻ വെറൈറ്റികളാണ്. അതേപോലെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ സ്റ്റോക്കുകളുണ്ട്. സ്പാനിഷ് വെറൈറ്റിയാണ് ഇത്. ഈ മഴയത്തും ഇതിനകത്ത് നന്നായിട്ട് പുഷ്പിക്കുന്നുണ്ട് ഇത്. പിന്നെ പൂ പോണേക്കാട്ടി മുമ്പ് അടുത്ത പൂക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ ഒരു ചെടിയാണിത്. മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതായത് ഏറ്റവും മനോഹരമായ ഒരു ചെടിയാണ്. നിറഞ്ഞ് പൂവുണ്ടാവും. ഏത് സമയവും ഇതുമ്പോൾ അതിന് പോവും. മരം പോലെ നമുക്ക് വളർത്താം, വേണമെങ്കിൽ ബോൺസൈ പോലെ ആക്കാം. ഫിലിപ്പീൻസിലും ഉണ്ട് ഈ വെറൈറ്റി തന്നെ. ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആദിത്യൻ ഓവനക്കുട്ടൻ ചേരുന്നു. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. പിന്നെ പറയാനുള്ളത് ജിം മിച്ചം പൊളിയാണ് അല്ലേ? ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം തന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ സംഭവം. അതായത് ഈ ബോഗൻവില്ല, അതായത് കടലാസ് പൂക്കൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ബോഗൻവില്ല എന്ന് പറയുന്ന ഈ പൂക്കൾ അതിമനോഹരമാണ്. അതിലുപരി വളരെ എളുപ്പമാണിത് പരിചരിക്കാനും വളർത്താനും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂ പിടിച്ചാൽ മതി, പിന്നീട് അതിനകത്ത് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് പൂക്കൾ, അതും ഏത് നിറത്തിലായിക്കോട്ടെ, പച്ച, മഞ്ഞ, ചുവപ്പ്, എല്ലാ നിറത്തിലുള്ള പൂക്കൾ. അത് നമുക്കൊരു വീടിനെ അലങ്കരിക്കാൻ അതിമനോഹരമായി ഏറ്റവും എളുപ്പത്തിൽ അലങ്കരിക്കാൻ പറ്റിയ ഒരിതാണ്. അതും വരത്തന്മാരുണ്ട്, സ്വദേശികളുണ്ട്, അങ്ങനെ പലതരം പൂവുകളാണ്. സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തവയുണ്ട്, നമ്മുടെ നാടനുണ്ട്. അങ്ങനെ ഈ വരാപ്പുഴയിലെ ജിമ്മി ചേട്ടൻ ഒരു സ്വർഗം ഒരുക്കിയെടുക്കുകയാണ്. ഈ വസന്തകാലം കൊണ്ട് വിരുന്നൊരുക്കിയ ഒരു സ്വർഗമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുക്കിയെടുത്തിരിക്കുന്നത്. അത് ഒരു കച്ചവടത്തിലുപരി അദ്ദേഹം അതിനെ ഒരു
അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യമായി, ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹം ഈ ചെടികൾ നൽകുന്നുമുണ്ട്. നമുക്ക് വാങ്ങാം, പലതരം വെറൈറ്റികൾ വാങ്ങാം. അങ്ങനെ ഈ എല്ലാ നിറവും കൂടി ആകുമ്പോൾ അതിമനോഹരമാണ്. അതിനുള്ളിലൂടെ അദ്ദേഹത്തിൻ്റെ മകൾ അമാൻ്റെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ വളരെ രസമാണ്. അമാൻ്റെ ആ ചെടികളെ പരിചരിക്കുന്നത് കാണാനും വളരെ മനസ്സിന്, നമുക്ക് ഈ രാവിലെ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായി ഇത് മാറുകയാണ്. അങ്ങനെ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത് അധികം ആൾക്കാർ നഴ്സറിയോ ഗാർഡനോ ഒക്കെ തുടങ്ങാത്ത ഒരു ഇനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു പൂക്കളോടൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ കടലാസ് പൂക്കൾ കൊണ്ട് ഓരോ വീടുകളും കൊട്ടാരമാക്കി മാറ്റുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്തായാലും അത് നടക്കട്ടെ. ഒരുപാട് പേര് ഈ ഒരു ഇതിലേക്ക് എത്തട്ടെ. അങ്ങനെ ഈ നിറങ്ങളും പൂക്കളും ഒക്കെ എല്ലാവരുടെയും ഉദ്യാനങ്ങൾ മനോഹരമാവട്ടെ എന്നാണ്. ഒരുപാട് സന്തോഷം.